ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അത് ഇപ്പൊ തന്നെ അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ലൈക്ക് അടിക്കാൻ നിന്നാൽ മറന്നു പോകും. അതുകൊണ്ടാണ് നിങ്ങളുടെ ലൈക്കാണ് നമ്മൾ ഈ ഒരു വീഡിയോ വേറെ ആൾക്കാരിലും കൂടുതൽ എത്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ലൈക്ക് അടിച്ചിട്ട് കാണണമെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. ഇന്നത്തെ വിശേഷം മൊത്തം ഒരു ലൂസ് മോഷൻ മയമായിരുന്നു. അതുമല്ല, നമ്മുടെ നവ്യയ്ക്ക് എന്താ പറയുക, നവ്യനെ എല്ലാവർക്കും അങ്ങ് ഇഷ്ടമാകാറില്ലേ. ഓരോ ദിവസം ചെല്ലുന്നവർ ഞാൻ കമന്റ്സ് ഒക്കെ വായിക്കുന്നുണ്ട്. അപ്പൊ നവ്യനെ സപ്പോർട്ട് ചെയ്ത് കുറെ പേരുണ്ട് കേട്ടോ. ഏതായാലും നമ്മുടെ നവ്യ തലയ്ക്ക് തല, കണ്ണിന് കണ്ണ്, മൂക്കിന് മൂക്ക്, കാലിന് കാല് എന്ന ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഏതായാലും നവ്യയുടെ ആ ഒരു പ്രവൃത്തിയെല്ലാം നമുക്ക് ഇഷ്ടാവുന്നുണ്ട്. നയനെ പോലെ പതുങ്ങി ഒന്നും അല്ല. ഏതായാലും പ്രതികരിക്കാൻ നമ്മുടെ നവ്യയെ കഴിഞ്ഞേ ഉള്ളൂ ഇവിടെ ആരും എന്ന് നവ്യ തെളിയിച്ചിരിക്കുകയാണ്. പ്രതികരിക്കാൻ മാത്രമല്ല, പ്രവൃത്തിയിലും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി നാളെ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നന്ദു ആണെങ്കിൽ ഭയങ്കര വിഷമത്തോടൊക്കെ കൂടി തന്നെ നിൽക്കുന്നു. അതിനിടയിൽ കുറച്ച് സന്തോഷവും ഉണ്ട് നന്ദുവിന്. ആദർശിന്റെയും നയനയുടെയും ആ ഒരു ഹണിമൂണ് അതൊക്കെ ഓർത്തിട്ട് ഭയങ്കര സന്തോഷമൊക്കെയാണ്. പക്ഷെ അപ്പം നമ്മുടെ കനകദുർഗ കയറി വരികയാണ് കേട്ടോ. അപ്പം കനകദുർഗ അമ്പലത്തിൽ പോയപ്പോൾ വിവരങ്ങളൊക്കെ അറിഞ്ഞല്ലോ. ആദർശ് മാലയിടാൻ പോവുകയാണെന്നും അതുപോലെ തന്നെ മലയ്ക്ക് പോകാൻ പോവുകയാണ്. മുത്തശ്ശന് അസുഖമൊക്കെ മാറാൻ വേണ്ടിയാണ് 41 ദിവസത്തെ നീണ്ട വ്രതത്തിന് ശേഷമാണ് മലയ്ക്ക് പോകേണ്ടത്. അപ്പൊ അതൊക്കെ അറിഞ്ഞിട്ട് കനകദുർഗ വീട്ടിലെത്തുക. കനകദുർഗ വീട്ടിൽ എത്തിയ ഉടനെ തന്നെ വല്ലാത്ത ഒരു അവസ്ഥയിലാണ് വരുന്നത്. കാരണം വളരെ വിഷമത്തോടു കൂടി തന്നെ കയറി വരികയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ നന്ദു ഉണ്ടായിരുന്നു. അപ്പൊ നന്ദു ചോദിച്ചു, അല്ല അമ്മയ്ക്ക് എന്ത് പറ്റി, മുഖത്തൊരു വലിയ പ്രസാദം ഒന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ, എങ്ങനെ പ്രസാദം ഉണ്ടാകാനാ മോളെ, ഏതായാലും ഒത്തിരി ആഗ്രഹിച്ചിരുന്നല്ലേ നയനമോള് ഹണിമൂണിന് പോകുന്ന കാര്യം. നമ്മളും ഒത്തിരി ആഗ്രഹിച്ചല്ലേ. അതിനിപ്പോ എന്താ പറ്റിയത്, അവരിപ്പോ ഹണിമൂണിന് പോയി കാണൂല്ലോ. ഹേയ്, അവര് ഹണിമൂണിനൊന്നും പോയില്ല. അല്ല അമ്മ എങ്ങനെയാ അത് അറിഞ്ഞത്? അത് പിന്നെ ഞാന് അമ്പലത്തിൽ പോയപ്പം അനന്തപുരി തറവാട്ടിലെ എല്ലാവരും ഉണ്ടായിരുന്നു, പെൺപട സഹിതം ഉണ്ടായിരുന്നു. എന്തിനാ അവരവിടെ വന്നത്? അത് പിന്നെ അമ്പലത്തിൽ എന്തിനാ വരുന്നത്? ഒന്നത് വൃശ്ചികം ഒന്നാണല്ലോ, അതുകൊണ്ട് തന്നെ മാല ഇടാൻ വേണ്ടി വന്നതാ. ആദർശ് മോനും മാല ഇടുന്നുണ്ട്. അത് 41 ദിവസത്തെ വ്രതം എടുത്താ മാല ഇടുന്നത്. അല്ല, ആദർശേട്ട മാല ഇട്ടാൽ എങ്ങനെയാ ഹണിമൂണിന് പോകുന്നത്? അപ്പൊ അവര് ഹണിമൂണിന് പോയില്ലേ? ഇല്ല, അവര് ഹണിമൂണിനൊന്നും പോയില്ല. എന്ത് ചെയ്യാനാ, ആദർശിന്റെ അമ്മയുടെ ഓരോരോ കളികൾ തന്നെയാണ്. ഏതായാലും അതെനിക്ക് നന്നായിട്ട് മനസ്സിലായി. പിന്നെ അമ്മ പറയുന്നത് അനുസരിക്കുക എന്നത് ഒരു മകൻ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അതും ഇത് മുത്തശ്ശിന് വേണ്ടി എടുത്ത ഒരു നോയമ്പും അതുപോലെ വ്രതവും ഒക്കെ ആയതുകൊണ്ട് അനുസരിക്കാതിരിക്കാനും പറ്റില്ല. പിന്നെ ആദർശിന്റെ അമ്മ പറയുമ്പോൾ നമ്മളും അത് കേൾക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോഴത്തേക്കും ദേഷ്യം വന്നു കേട്ടോ നമ്മുടെ നന്ദുവിന്. നന്ദു പറഞ്ഞു, പിന്നെ ഏതായാലും പെറ്റു വളർത്തിയ തള്ളയൊക്കെ ആയിരിക്കാം, അതൊക്കെ ശരിയാ. അന്നും പറഞ്ഞ് ഭാര്യയുടെ സ്ഥാനം ഭാര്യയ്ക്ക് കൊടുക്കണ്ടേ. ഭാര്യനെയും കൊണ്ട് ഒരു ഹണിമൂൺ യാത്ര പോയെന്ന് പറഞ്ഞിട്ട് എന്താ പ്രശ്നം ഇരിക്കുന്നത്? അല്ല, മകനൊക്കെയാണ്. എങ്കിലും ഇതൊന്നും വേണ്ടായിരുന്നു, ഇത്ര ചതി വേണ്ടായിരുന്നു. ഇത് കൊടും ചതിയായിപ്പോയി. ഇതേ മുത്തശ്ശനോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല. നയനേച്ചിയും ആദർശേട്ടനും ഹണിമൂണിന് പോകാൻ പാടില്ല. അതുകൊണ്ട് അവര് നയപരമായിട്ട് നിന്ന് കളിച്ചതാ. ഇതിന് മിക്കവാറും പങ്കതേ ആ മറ്റവൾക്കും കാണാതിരിക്കും. പുതിയ മരുമകളില്ലേ, അനാമിക, എല്ലാവരും കൂടി ചേർന്ന് പ്ലാൻ ചെയ്തതാ. അതിന്റെ കൂടെ നവ്യേച്ചിയുടെ അമ്മായിയമ്മയ്ക്കും ഇതിൽ പങ്ക് കാണും. എനിക്കത് ഉറപ്പാന്ന് പറയുമ്പം എന്താണെങ്കിലും ഇനിയിപ്പം മാല ഇട്ട് കഴിഞ്ഞു. വ്രതം എടുത്ത് 41ാമത്തെ ദിവസം ഏതായാലും ശബരിമലയ്ക്ക് പോയേ പറ്റൂ. അപ്പൊ ഏതായാലും 41 ദിവസം കഴിഞ്ഞിട്ടേ ഇനിയിപ്പോ ഹണിമൂൺ ആണെങ്കിലും എന്താണെങ്കിലും പറ്റുകയുള്ളൂ. അതുമല്ല, രണ്ടുപേരും ഒന്ന് അടുത്ത് വന്നതായിരുന്നു. ഉടനെ തന്നെ ഒരു കുഞ്ഞിക്കാല് കാണണം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചതാ. ഇനിയിപ്പോ എന്തായി തീരുന്നറിയില്ല. എല്ലാം ഭഗവാന്റെ ഓരോരോ ഇതായിരിക്കും, ലീലാവിലാസങ്ങളൊക്കെ ആയിരിക്കും. അല്ലാതെ പിന്നെ എന്താ ചെയ്യുക എന്നും പറഞ്ഞ് നേരെ അകത്ത് കയറി പോവാണ് കേട്ടോ. അപ്പൊ ഗോവിന്ദനോട് നമ്മുടെ നന്ദു പറയാ, ഇതേ അച്ഛാ മനഃപൂർവ്വം ദേ നവ്യ ചേച്ചിയുടെ അടുത്താണെങ്കിൽ ഈ കളിയൊന്നും നടക്കത്തില്ല. നയന ചേച്ചിയുടെ അടുത്ത് ഈ കളി നടക്കുന്നേ. ആ തള്ളയ്ക്കറിയാം, ആ തള്ള മനഃപൂർവ്വം ചെയ്തതാ. എനിക്കറിയായിരുന്നു. നവ്യ ചേച്ചി വിളിച്ചപ്പോ പറഞ്ഞു, ദേ നിന്നെ കുറച്ച് കഴിയുമ്പോൾ നയനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നു. പക്ഷെ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. പാവം എന്റെ ചേച്ചി എന്താ ആഗ്രഹിച്ചതാ. അല്ലെങ്കിലും പണ്ട് മുതലേ ആഗ്രഹിച്ചു ഒന്നും കിട്ടാൻ അതിന് യോഗമില്ലെന്നാ തോന്നുന്നതെന്ന് പറഞ്ഞപ്പം നമ്മുടെ ഗോവിന്ദൻ പറഞ്ഞു, മോളെ അത് സാരമില്ല, അയ്യപ്പന്റെ കാര്യത്തിന് വേണ്ടിയല്ലേ, അതും മുത്തച്ഛന് വേണ്ടിയല്ലേ. അതിനിപ്പം നമ്മൾ എതിര് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. 41 ദിവസം എന്ന് പറയുന്നത് ദാന്ന് പറഞ്ഞ് കഴിഞ്ഞു പൊക്കോളും. അതൊക്കെ ദൈവത്തിന്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഈ ഒരു സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നതും ശബരിമല ചവിട്ടുന്നതൊക്കെ. അതൊക്കെ ഓരോരോ അനുഗ്രഹങ്ങളല്ലേ. ഏതായാലും എന്നെ കൊണ്ട് അതിനൊന്നും ഇപ്പൊ സാധിക്കില്ല. എന്റെ ആരോഗ്യം അതിന് അനുവദിക്കില്ല. എങ്കിൽ പിന്നെ എന്റെ മകളുടെ ഭർത്താവ് ചവിട്ടുന്നതിൽ നമുക്കും കൂടിയാണല്ലോ
ശബരിമല ചവിട്ടുന്നത് നമുക്കും കൂടെയാണല്ലോ ആ ഒരു അനുഗ്രഹം കിട്ടുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ കാര്യമായതുകൊണ്ട് വന്നിച്ചില്ലെങ്കിൽ നിന്ദിക്കാൻ പാടില്ല നന്ദൂട്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദനും അങ്ങ് പോയിട്ടോ. ഇതേ സമയം പിന്നെ കാണിക്കുന്ന നമ്മുടെ അനാമികേനെയാണ് കേട്ടോ. അനാമികയാണെങ്കിൽ നേരെ വേണുവിന്റെ അടുത്ത് വരിക, വേണുവിന്റെ രേവതിയുടെ അടുത്തും വരിക. എല്ലാവരും കൂടെ ലൂസ് മോഷൻ ആയിട്ട് ഒരു പകുതിയായി ശരീരത്തിലെ വെള്ളമൊക്കെ വറ്റി ക്ഷീണിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ അനാമിക അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അനാമിക പറഞ്ഞു, ഇതാരാ ചെയ്തതെന്നറിയാമോ? ഈ ചതി ചെയ്തത് വേറെ ആരുമല്ല, ഇവിടത്തെ ആ മരുമകളുണ്ടല്ലോ, ആ ഗർഭിണി. അല്ലെങ്കിൽ അവൾക്ക് ഇത്ര നാക്ക് കൂടുതല. നാക്ക് മാത്രമല്ല, മറ്റവള് പതുങ്ങിയാ നിൽക്കുന്നെങ്കിലേ ഇവള് വിരിഞ്ഞാ നിൽക്കുന്നത്. ഇവളെ ഓടി വന്ന് കൊത്തുക ചെയ്യണത്. അവൾ എന്തോ രീതിയിൽ നമ്മുടെ ആ പാൽപ്പായസം എടുത്ത് മാറ്റിയിട്ടുണ്ട്. അവള് നമുക്കിട്ട് പണി തന്നാന്ന് അവൾ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. അതുമല്ല ഇനിയും പണി തരുന്നു പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതിയല്ല, സോറി, വേണു പറഞ്ഞു, ഞാനൊരു കാര്യം പറയട്ടെ, അതുപോലത്തെ ഒരു 1.5 പണിയാണല്ലോ നമ്മൾ കൊടുക്കാൻ വേണ്ടി ഇരുന്നത്. ഏതായാലും ഇതെങ്ങനെയോ അറിഞ്ഞിട്ടുണ്ട്. അറിഞ്ഞ് ഇത് വഷളാകുന്നതിന് മുമ്പ് തന്നെ നീ വേണം നിന്റെ അമ്മായിയമ്മയോട് ഇതൊക്കെ പറഞ്ഞു മനസ്സിലാക്കാൻ. നിന്റെ അമ്മായിയമ്മയോട് മാത്രമല്ല, നവ്യ അവരുടെ ചെവിയിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് ഇരട്ടിയായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കണം. നിന്റെ അമ്മായിയമ്മ വരുമ്പോഴും പിന്നെ ആദർശിന്റെ അമ്മയുണ്ടല്ലോ, ആ തള നിന്റെ കൂടെയല്ലേ. ഏതായാലും ഇത് ഇരട്ടിയായിട്ട് പേരിപ്പിച്ച് പറഞ്ഞു കൊടുത്ത് ഈ വിഷയം വല്ലാത്തൊരു വിഷയമാക്കി തീർക്കണം. ഏതായാലും അവരുടെ കയ്യിൽ തെളിവൊന്നും കാണില്ലല്ലോ. ഇല്ലച്ചാ, മൊബൈൽ ഫോണിലൊന്നും പിടിച്ചില്ലെന്നാ തോന്നുന്നത്. ഇനിയിപ്പം പിടിച്ചോ ഇല്ലോന്ന് അറിയില്ല. പിടിച്ചിരുന്നെങ്കിൽ അവള് പറഞ്ഞേനെ. ഒന്നിനെയും വിശ്വസിക്കാൻ കൊള്ളില്ല മോളെ, ഒന്നിനെയും വിശ്വസിക്കാൻ കൊള്ളില്ല. നിന്റെ ജീവിതം അത് ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാ. അത് ഇങ്ങോട്ടും അങ്ങോട്ടും എപ്പോഴും വീഴാം. നമ്മുടെ കള്ളത്തരം പറഞ്ഞിട്ട് ഇവിടെ കയറി കൂടിയിരിക്കുന്നത്. പക്ഷെ അവര് ദരിദ്രവാസികളാണെങ്കിലും കള്ളത്തരം പറഞ്ഞിട്ടല്ല അവരിവിടെ പിടിച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മൂർത്തി സാറിനെ അറിയാലോ. മൂർത്തി എന്ന് പറയുന്ന അയാൾക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തത് കള്ളത്തരം പറയുന്നതാ. അതുമല്ല അവളെ എടുത്ത് തലയെ കയറ്റി വെച്ചേക്കാണല്ലോ ഇവിടുത്തെ ആണുങ്ങൾ എല്ലാവരും കൂടി ചേർന്ന്. അതുകൊണ്ട് അത്രയ്ക്ക് എളുപ്പം നമുക്ക് വീഴ്ത്താനൊന്നും പറ്റില്ല. ഏതായാലും നയപരമായിട്ട് നിന്ന് തന്നെ വേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഞാൻ പറഞ്ഞു തന്ന രീതിയിൽ തന്നെ മോള് അതേപടി തന്നെ വരുമ്പോ അങ്ങോട്ട് അവതരിപ്പിച്ചോ. അങ്ങനെ അവതരിപ്പിച്ച് കണ്ണീരും കൈയും കണ്ട് നിന്റെ അമ്മായിയമ്മയും ആദർശിന്റെ അമ്മയും വീഴും. അത് കഴിഞ്ഞ് നമുക്കിവിടെ ഒരു കളി കളിക്കണം എന്നിങ്ങനെ പറയാൻ കേട്ടോ. ഏതായാലും ഇവർ വലിയ രീതിയിൽ പ്ലാനൊക്കെ ചെയ്യുന്നുണ്ട്. ആ പ്ലാൻ എത്രത്തോളം വർക്കൗട്ട് ആകും എന്നൊന്നും അറിയില്ല. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ നവ്യ നയനയോട് പറയുന്നുണ്ട്, നയനെ എന്തൊക്കെ വന്നാലും നമ്മൾ നമ്മുടെ ആ ഒരു സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കണം. ഒരിക്കലും ഒരു സ്ഥലത്ത് നമ്മൾ താന്നു കൊടുക്കേണ്ട കാര്യമില്ല. അവള് വലിയ വീട്ടിലെ പെണ്ണാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിൽ എത്രത്തോളം ശരിയുണ്ടെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കണ്ടുപിടിക്കുക എന്ന് തന്നെ ആയിരിക്കണം ഇനി നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഞാനും കണ്ടുപിടിക്കുന്നുണ്ട്. പാത്തും പതുങ്ങിയും മൂലയ്ക്കും ഒക്കെ നിന്നിട്ട് കുറച്ച് കാര്യങ്ങൾ രഹസ്യങ്ങളൊക്കെ ഞാനും അറിയുന്നുണ്ട്. ഏതായാലും അതിന് ഒരു പ്രൂഫ് സഹിതം നമ്മുടെ കയ്യിൽ വേണം. എങ്കിൽ മാത്രമേ കൈയോടുകൂടി അനാമിക എന്ന് പറയുന്ന കള്ളിയുടെ മുഖം മൂടി വെളിച്ചത്ത് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അതിനൊക്കെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഏതായാലും നയനെ നീ എൻ്റെ കൂടെ തന്നെ നിൽക്കണം എന്ന് പറയുമ്പോഴത്തേക്കും, അല്ല ചേച്ചി, നവ്യേച്ചി, ഞാനൊരു കാര്യം അങ്ങോട്ടേക്ക് പറഞ്ഞോട്ടെ. നമ്മളിത് കണ്ടുപിടിച്ച് ലാസ്റ്റ് ഇത് നമുക്ക് തന്നെ പണിയായിട്ട് തീരുമോ? എന്ത് പണിയാണ് നമുക്ക് ഉണ്ടാവാൻ പോകുന്നത്? നമുക്ക് ഒരു പണിയും ഉണ്ടാകാൻ പോകുന്നില്ല. ഇതിൽ വൃത്തികെട്ട എന്തെങ്കിലും പരിപാടി ഇനിയും അവൾ ഒപ്പിക്കും, അതെനിക്ക് ഉറപ്പാ. അത് ഞാൻ കണ്ടുപിടിച്ച് തെളിവ് സഹിതം ഞാൻ കൈ കൊടുക്കും. അതുമല്ല ആ മാല മോഷ്ടിച്ചത് ആരാണെന്നുള്ള സത്യവും ഒരിക്കൽ തെളിയും. അത് തെളിയാതിരിക്കത്തൊന്നുമില്ലല്ലോ. അത് ശരിയാ നവ്യേച്ചി, അത് നമ്മളല്ല മോഷ്ടിച്ചിരിക്കുന്നത്. അത് മോഷ്ടിച്ചത് അനാമിക തന്നെയാണെന്ന് എനിക്ക് മാതശേട്ടന് ഉറപ്പുണ്ട്. എങ്കിൽ പിന്നെ പേടിക്കാൻ എന്തായിരിക്കുന്നത്? അതും ഒരു ദിവസം വെളിച്ചത്ത് വരും. അനാമികയുടെ ഈ വീട്ടിലുള്ള താമസം അതോടുകൂടി അവസാനിക്കും. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ നവ്യേച്ചി, അനാമികനെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കണമെന്നോ അതുപോലെ അനിയുമായിട്ടുള്ള ബന്ധം പിരിക്കണമെന്നോ ഒന്നും എനിക്ക് ആഗ്രഹമില്ല. നിനക്ക് ആഗ്രഹമില്ല, എനിക്കും ആഗ്രഹമില്ല. പക്ഷെ ഈ കുടുംബത്തിന് ചേരുന്നവളല്ല അവള് കള്ളം പറഞ്ഞിട്ടാണ് ഈ കുടുംബത്തിലേക്ക് കാലെടുത്ത് വെച്ചതെങ്കിൽ അവളുടെ കാല് നമ്മൾ വെട്ടുകയല്ല ചെയ്യേണ്ടത്, കാലെ വരി നിലത്തടിക്കുക ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഏതായാലും ഇവരെല്ലാവരും കൂടെ തിരിച്ച് മാലയിട്ടിട്ട് വരുമ്പോഴേക്കും കൊട്ടക്കണക്കിന് പരാതിയായിട്ടാണ് നമ്മുടെ അനാമിക കാത്തിരിക്കുന്നത്. കൊട്ടക്കണക്കിനെന്ന് പറഞ്ഞാൽ കൊട്ടക്കണക്കിന് നവ്യനെ എന്താ പറയുക, വറുത്തു കോരാനുള്ള രീതിയിലുള്ള പരാതികളുമായിട്ടും അതുപോലെ വയ്യാത്ത ക്ഷീണമൊക്കെ ഒത്തിരി അങ്ങോട്ട് അഭിനയിച്ചും ഒക്കെയാണ് കേട്ടോ. പക്ഷേ നമ്മുടെ വേണുവാണ് കൊണ്ടുവന്ന് ആ പൊടി കലർത്തിയത് എന്ന് നമ്മുടെ അനാമിക പറയുന്നില്ല. ആ പൊടി കലർത്തി ഇവർക്ക് കൊടുത്തതാണ് എന്നാണ് അനാമിക പറയുന്നത്.
അപ്പൊ അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം വാസ്തവമായി തീരും, അത് തെളിയുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാമല്ലേ. അപ്പം നമ്മുടെ നവ്യ ഫോണിൽ പിടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ നമ്മുടെ നവ്യയുടെ കയ്യിലില്ല കേട്ടോ, ഫോണിൽ പിടിച്ചിട്ടൊന്നുമില്ല. കുറെ ചാനലുകാർ ഇങ്ങനെ പറയുന്നത് കേട്ടു, നമ്മൾ നവ്യ ഇങ്ങനെ ഫോണിൽ അത് പിടിച്ചിട്ടുണ്ടെന്ന്. പക്ഷെ തെളിവൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നവ്യ സ്ട്രോങ് ആയിട്ട് നിൽക്കും. നവ്യ ആ പൊടി ഇട്ടെന്ന് പറഞ്ഞെന്നും പറഞ്ഞ് നവ്യക്ക് ഒരു ചുക്കുമില്ല. കാരണം നവ്യ ഉരുളയ്ക്ക് ഉപ്പേരി എന്ന് പറഞ്ഞ് പറയുന്ന ഒരു ഇതാണല്ലോ, സ്വഭാവമാണല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ തന്നെയാണ് അത് ഇട്ടത്, ഞാൻ തന്നെയാണ് ഇവരെ ഇങ്ങനെ ആക്കിയതെന്ന് പറഞ്ഞാൽ വേറെ ആരും ഒന്നും പറയാനും പോകുന്നില്ല. ഇനിയിപ്പോൾ ആരെങ്കിലും ചോദ്യം ചെയ്യുകയാണെങ്കിലും മുത്തശ്ശനും ചോദ്യം ചെയ്യും. എങ്കിലും മുത്തശ്ശിയുടെ അടുത്ത് സത്യം പറയുമ്പോഴത്തേക്കും മുത്തശ്ശിക്കും മനസ്സിലാവുകയും ചെയ്യും. നമ്മുടെ നയനെ പോയി സത്യങ്ങളൊക്കെ പറഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാമല്ലോ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക കേട്ടോ. അടിപൊളി വിശേഷമായിട്ട് നമുക്ക് നാളെ രാവിലെ ഫുൾ എപ്പിസോഡുമായിട്ട് കാണാം. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേരുകയാണ്. പിന്നെ കൂടെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ID നമ്മൾ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കമന്റ് തന്നെയാണ് പിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്യാട്ടോ പോയി. അപ്പൊ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.